പശ്ചിമ ബംഗാളിലെ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തെ തുടർന്ന് ആർജിക്കാർ ആശുപത്രിയിൽ വൻ സംഘർഷം. പുറത്തുനിന്നെത്തിയ സംഘം ആശുപത്രിയും പ്രതിഷേധ പന്തലും അടിച്ചു തകർത്തു. വിശദാംശങ്ങൾ നൽകാൻ അഭിന ചേരുന്നുണ്ട്. അഭിന, ഡോക്ടറുടെ കൊലപാതകം വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ആശുപത്രി അടിച്ചു തകർത്തിരിക്കുന്നു. അതുപോലെ തന്നെ പോലീസുകാർക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നു. നിലവിലെ സ്ഥിതി എങ്ങനെയാണ്? ശ്രുതി, ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിനെ തുടർന്ന് ഡോക്ടർമാരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പ്രദേശത്ത് നടന്നുകൊണ്ടിരുന്നത്. ഈ ഒരു പ്രതിഷേധത്തിനിടെയാണ് ഇത്തരത്തിൽ പുറത്തുനിന്ന് ഒരു കൂട്ടം ആളുകൾ ആശുപത്രിയിലേക്ക് എത്തുകയും ആശുപത്രി അടിച്ചു തകർക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്തത്. നമുക്കറിയാം, കാർഡിയോ സെൻ്റർ ആയിരുന്നു ആ ഒരു ആശുപത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെഡിക്കൽ കോളേജ് വിഭാഗത്തിൽ അത്യാഹിത വിഭാഗത്തിലേക്ക് ഒരു കൂട്ടം ആളുകൾ എത്തുകയും ഈ അത്യാഹിത വിഭാഗം അടക്കമുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അത്യാഹിത വിഭാഗത്തിലെ ജനൽ ചില്ലുകളും അതുപോലെ തന്നെ ബെഡുകളും മറ്റ് ജനൽ ചില്ലുകളും അടക്കം നിരവധി സാധനങ്ങൾ ഈ പുറത്തു നിന്നെത്തിയ ആളുകൾ, അക്രമികൾ തല്ലി തകർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പ്രദേശത്ത് പൊട്ടിപ്പുറപ്പെട്ടിരുന്നത്. അതുകൂടാതെ തന്നെ ഈ ഒരു ആക്രമണത്തിൽ ഒരു ബൈക്ക് ഉൾപ്പെടെ കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ബൈക്കും അതുപോലെ തന്നെ ബൈക്കിനോടൊപ്പം തന്നെ പോലീസ് ജീപ്പിനോടൊപ്പം തന്നെ കാറും അടക്കമുള്ള വാഹനങ്ങൾ കത്തി നശിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ട ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും അതുപോലെ തന്നെ കണ്ണീർവാത ശല്ലുകളും ലാത്തി ചാർജ് പ്രയോഗിക്കുകയും ചെയ്തു. ഈ ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പോലീസിനടക്കം പരിക്കേൽക്കുകയും ചെയ്തു. ഏതായാലും കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു ആക്രമണത്തിൽ വലിയൊരു ചോരക്കളമായി തന്നെ ഈ ഒരു പ്രദേശം മാറി എന്നുള്ളത് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൂടാതെ തന്നെ ഈ ഒരു പ്രതിഷേധം നടക്കുന്ന സമയത്ത് നമുക്കറിയാം, വലിയ മെഡിക്കൽ കോളേജാണ്. ഈ ഒരു മെഡിക്കൽ കോളേജിലേക്ക് അത്യാഹിത വിഭാഗത്തിലേക്ക് നിരവധി രോഗികൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ അവരെ തടയുകയും തിരിച്ചയക്കുന്ന ഒരു സാഹചര്യം കൂടെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ജനങ്ങൾക്ക്, അതായത് രോഗികൾക്ക് പോലും വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോഴും നിലവിൽ പ്രതിഷേധം പ്രദേശത്ത് തുടരുകയാണ്. എന്നാൽ പോലീസ് ഈ ഒരു വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഈ ഒരു വിഷയം ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ രീതിയിൽ ഒരു പ്രശ്നം ആളിക്കത്തിച്ചത് മാധ്യമങ്ങളാണ് എന്നാണ് പോലീസിൻ്റെ ഭാഷ്യം. അതായത് ഈ മാധ്യമങ്ങൾ നുണക്കഥകൾ പ്രചരിപ്പിക്കുകയാണെന്നും ജനങ്ങൾക്ക് പോലീസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതായെന്നും മാധ്യമങ്ങളുടെ പ്രചാരണം മൂലമാണ് ഇത്ര വലിയ രീതിയിലുള്ള അക്രമങ്ങൾക്ക് വഴിയൊരുക്കിയതെന്നുമാണ് ഈ പോലീസിൻ്റെ ഒരു പ്രതികരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നാൽ പോലീസ് പറയുന്നത് ഞങ്ങൾ ഒരിക്കലും കുറ്റവാളികളെ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ കുറ്റവാളികളെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള വഴികൾ ഞങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നും പോലീസിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു സംഭവത്തിൽ അതായത് പരസ്പരം പഴിചാരുന്ന രാഷ്ട്രീയ പാർട്ടികളടക്കം പരസ്പരം പഴിചാരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതായത് ആക്രമണത്തിന് ഉത്തരവാദികളായവരെ 24 മണിക്കൂറിനുള്ളിൽ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്ന് പോലീസ് കമ്മീഷണറോട് തൃണമൂൽ ലോക്സഭ MP അഭിഷേക് ബാനർജി പറയുകയുണ്ടായിരുന്നു. എന്നാൽ അതേസമയം BJP ആൾക്കൂട്ടത്തിൽ തൃണമൂൽ ഗുണ്ടകൾ ഉൾപ്പെട്ടിരുന്നു, അവർക്ക് പോലീസുകാർ സുരക്ഷിതമായ വഴി നൽകുന്നുവെന്ന് BJP നേതാവ് സുവേന്ദു അധികാരി ആരോപിക്കുകയും ചെയ്തിരുന്നു. അതുകൂടാതെ തന്നെ ആർജിക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപമുള്ള രാഷ്ട്രീയ പ്രതിഷേധ റാലിക്ക് മമതാ ബാനർജി തൻ്റെ TMC ഗുണ്ടകളെ അയച്ചു എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഒരു കേസ് CBI ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ CBI ഇപ്പോൾ അന്വേഷണവുമായി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് റോയിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ CBI പുറത്തുവിടുന്നത്. എന്നാൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക പുറപ്പെടുവിക്കുന്നുണ്ട്. അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് പെൺകുട്ടി വലിയ രീതിയിലുള്ള കൂട്ട ബലാത്സംഗത്തിന് ഇരയായി എന്നാണ് മാതാപിതാക്കൾ അടക്കം പറയുന്നത്. അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് പെൺകുട്ടിയുടെ കഴുത്ത് വാരിയലടക്കം പൊട്ടിയ നിലയിലായിരുന്നുവെന്നും അതുകൂടാതെ തന്നെ ചുണ്ടും അതുപോലെ തന്നെ ചെവി അടക്കം സ്വകാര്യ ഭാഗങ്ങളടക്കം വലിയ രീതിയിൽ ആഴത്തിലുള്ള മുറിവേറ്റിട്ടുണ്ട്. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു കൂട്ട ബലാത്സംഗത്തിന് മകൾ ഇരയായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസുകാർ വലിയ രീതിയിൽ കുറ്റവാളികളെ രക്ഷപ്പെടാൻ പോലീസുകാർ കൂട്ടുനിന്നു എന്നുള്ള കാര്യങ്ങൾ കൂടെ മാതാപിതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. ഈ കേസ് എത്രയും പെട്ടെന്ന് വലിയ രീതിയിൽ അന്വേഷിച്ച് നടപടികൾ എടുക്കണമെന്നാണ് ഇപ്പോൾ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യം. അതുകൂടാതെ തന്നെ ഡോക്ടർമാരുടെയും ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, കേരളത്തിലടക്കം വലിയ രീതിയിലുള്ള ഡോക്ടർമാർക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഡോക്ടർമാർ അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതായത് ഞങ്ങൾക്ക് എന്ത് സുരക്ഷയുണ്ട് ഈ ഒരു
കാര്യത്തിൽ ഞങ്ങൾ രോഗികളെ സംരക്ഷിക്കുന്ന ഞങ്ങളെ സംരക്ഷിക്കാൻ ആരുണ്ട് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഡോക്ടർമാരടക്കം ഉന്നയിക്കുന്നത്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ എത്രയും പെട്ടെന്ന് നടപടി വേണമെന്നാണ് ഡോക്ടർമാരടക്കമുള്ളവരുടെ നിലപാട്. ഈ ഒരു പ്രതിഷേധം ഇപ്പോഴും ആളിക്കത്തുക തന്നെയാണ്. ഏതായാലും CBI ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇനിയും പ്രതികളെ അറസ്റ്റ് ചെയ്യാനുണ്ട് എന്നാണ് ഇപ്പോൾ കുടുംബം മുന്നോട്ട് വരുന്നത്. ഏതായാലും ഈ ഒരു അന്വേഷണം പുരോഗമിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കുടുംബം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായിട്ടാണ് മുന്നോട്ടിറങ്ങുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഡോക്ടർമാരടക്കം നിരവധി ആളുകൾ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധങ്ങളെല്ലാം അറിയിക്കുകയുണ്ടായി. ഡോക്ടർമാർക്ക് വേണ്ട രീതിയിലുള്ള സുരക്ഷ ഉറപ്പാക്കണമെന്ന് തന്നെയാണ് ഡോക്ടർമാർ ഏറ്റവും കൂടുതൽ വ്യക്തമാണ്. എന്തായാലും ഡോക്ടറുടെ കൊലപാതകത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷം തന്നെയാണ് രാജ്യത്ത് ഉണ്ടായിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് അടിച്ചു തകർക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. പുറത്തുനിന്നെത്തിയവരാണ് ആക്രമണം നടത്തിയതെന്നാണ് പറയുന്നത്. തെറ്റായ മാധ്യമ പ്രചാരണമാണ് ഈ സാഹചര്യത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. ഇതിനിടയിൽ കേസ് CBIക്ക് വിട്ട സാഹചര്യത്തിൽ അത് അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. ഒരാളെ അറസ്റ്റ് ചെയ്തെന്നും പറയുന്നുണ്ട്. ഏതായാലും ഗവർണർ അടക്കം ഇന്ന് ഡോക്ടറുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്.